ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സെൻലേൺ അക്കാദമി. 2026 പ്രധാന കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PSC റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആൻഡ് ലെങ്തി ക്ലാസ്സസ് വരുന്ന ദിവസങ്ങളിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. 2026 അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 1989 മുതൽ ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന സുപ്രീം ലീഡർ ആയിരുന്ന വ്യക്തി അത് ആയത്തുള്ള അലി ഖമേനിയാണ്. പാകിസ്ഥാനെതിരെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പ്രവേശിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന ചബഹാർ തുറമുഖ പദ്ധതി ചബഹാർ പോർട്ട് പ്രൊജക്റ്റ് യാഥാർത്ഥ്യമായത് അദ്ദേഹത്തിൻ്റെ പിന്തുണയോടെയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഇറാനെ ആക്രമിച്ചത് 2026 ഫെബ്രുവരി 28-നാണ്. ഏകദേശം 36 വർഷത്തോളം അദ്ദേഹമായിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്നത്. കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഫോർസൈറ്റ്, ഫോറസ്റ്റ് സാറ്റലൈറ്റ് ഇമേജിനറി ആൻഡ് ജിയോഗ്രഫിക് ഹോട്ട്സ്പോട്ട് ട്രാക്കിംഗ് എന്നാണ് ഫോർസൈറ്റിൻ്റെ പൂർണ്ണരൂപം. നമ്മുടെ ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രർ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി എന്ന ആഗോള പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ നഗരസഭ ഏത്? വർക്കല നഗരസഭ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV, സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി മാറിയത് ഡെൻമാർക്ക്. നോട്ട് ചെയ്യുക, യൂറോപ്യൻ യൂണിയനിലെ ആദ്യത്തെ രാജ്യം ഡെൻമാർക്ക്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കളായത് ജമ്മു കാശ്മീരാണ്. കാശ്മീരിനായി ഒന്നാം ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയത് ശുഭം പുന്തീറും പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആക്കിബ് നബിയുമാണ്. ജമ്മു കാശ്മീർ ടീമിൻ്റെ ബൗളിംഗ് പരിശീലകൻ P. കൃഷ്ണകുമാർ. അദ്ദേഹം ഒരു പാലക്കാട് സ്വദേശിയാണ്. നവീന സാങ്കേതിക വിദ്യകളായ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നിവയുടെ സഹായത്തോടെ AK ഗോപാലൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും പോരാട്ടങ്ങളും ആവിഷ്കരിക്കുന്ന മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത്? പെരളശ്ശേരി, കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എന്ന സ്ഥലത്താണ് ആ മ്യൂസിയം നിലവിൽ വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന നികുതി താരിഫ് എത്ര ശതമാനമായാണ് കുറച്ചത്? 18%. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 25%-ൽ നിന്നും 18% കുറച്ചു. ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായി റിസർവ് ബാങ്ക് എത്ര രൂപയുടെ കളർ കോയിനാണ് പുറത്തിറക്കിയത്? 100 രൂപയുടെ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. അദ്ദേഹം 26ാമത് റിസർവ് ബാങ്ക് ഗവർണറാണ്. 2024 ഡിസംബർ 11-നാണ് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായി ചുമതലയേറ്റത്. ഗ്രാമീണ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഗ്രാമങ്ങൾക്ക് നഗരതുല്യമായ സൗകര്യങ്ങൾ നൽകുന്നതിനായി മുഖ്യമന്ത്രി ഗ്രാമോത്തൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ. അടുത്തിടെ കുശാവതി എന്ന പേരിൽ പുതിയ ജില്ല രൂപീകരിച്ച സംസ്ഥാനം ഗോവ. നിലവിലെ ഗോവയുടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കൂർണൂൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കൂർണൂൽ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളം. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. 2026 നടന്ന പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചത് ആഴ്സൻ. ബ്രസീലിൻ്റെ കൊറിന്ത്യൻസിനെ 3-2 പരാജയപ്പെടുത്തിയിട്ടാണ് ആഴ്സൻ വിജയം കരസ്ഥമാക്കിയത്. യാത്രാഗതാഗതത്തിനായി ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് അമരാവതിയിലാണ്. ഇസ്രായേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. T20 ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി സെഞ്ചുറി നേടുന്ന
ആദ്യ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ഇംഗ്ലണ്ട് പ്ലെയറാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരം എന്ന ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മ. താങ്ക് യു ഓൾ.